നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പച്ചപിടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്രയൊക്കെ റീബ്രാൻഡിംഗ് നടത്തി മേക്ക് ഓവർ ചെയ്യാൻ നോക്കിയാലും ഒടുവിൽ അത് പഴയ പപ്പു തമാശകളിൽ തന്നെ ചെന്ന് അവസാനിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥികളെ അങ്ങോട്ട് ഇളക്കിവിട്ട് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കോൺഗ്രസ് വലിയ പ്ലാനിങ്ങോടെ ആരംഭിച്ച ഛാത്രോം കി ഗൂഞ്ച്. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ ക്യാമ്പയിൻ വിചാരിച്ച പോലെ എങ്ങുമെത്താതെ നൈസായിട്ട് നല്ല രീതിയിലൊന്ന് പാളിയതോടെ ഒരു പണിയുമില്ലാത്ത അണികളെയും നേതാക്കളെയും ഉണർത്താൻ അടിയന്തര കത്തുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ്. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും ഉയർത്തിക്കാട്ടി മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി ഒരു പ്രക്ഷോഭമാക്കി മാറ്റി ഉറക്കമില്ലാത്ത രാത്രികളിൽ മെനഞ്ഞെടുത്ത കോൺഗ്രസ് കൺകുളിർക്കെ കണ്ട സ്വപ്നമാണ് വെറും 10 ദിവസം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുന്നത്. സംഭവത്തിനെ പറ്റി ഞാനൊന്ന് ചെറുതായി വിവരിക്കാം. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് വലിയ കോലാഹലങ്ങളോടെ ജൂൺ 17 ആരംഭിച്ച ഈ പ്രചാരണത്തിന് 10 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ ജനശ്രദ്ധയോ മാധ്യമ ശ്രദ്ധയോ ഒന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ വിദ്യാർത്ഥികൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഫ്ലോപ്പ് ഷോയായി ഇത് മാറി. ഇത് കണ്ട് നിരാശ മൂത്ത നമ്മുടെ പാവം രാഹുൽ ഗാന്ധി AICC ജനറൽ സെക്രട്ടറിമാർക്കും PCC അധ്യക്ഷന്മാർക്കും ജില്ലാ നേതാക്കൾക്കുമെല്ലാം അടിയന്തരമായി കത്തയച്ചിരിക്കുകയാണ്. പ്ലീസ് എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് ജനകീയമാക്കാൻ സഹായിക്കണേ എന്ന് യാചിച്ചുകൊണ്ട്. ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ നോക്കുന്ന രാഹുലിന്റെ ഈ തന്ത്രം കണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചിരിക്കുകയാണ്. എന്താണ് ഈ ഛാത്രോം കി ഗൂഞ്ച് കൊണ്ട് രാഹുലും കൂട്ടരും ലക്ഷ്യമിട്ടത്? NSUയും യൂത്ത് കോൺഗ്രസും ചേർന്ന് ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാനും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ഭീതി പടർത്താനുമുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഇത്. എന്നാൽ ഭാരതത്തിലെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം വളരെ പ്രബുദ്ധരാണ്. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന കർശനമായ പരിഷ്കരണങ്ങളെയും പരീക്ഷാ സുതാര്യത ഉറപ്പാക്കാനുള്ള പുതിയ നിയമങ്ങളെയും പറ്റി അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ വ്യാജ അജണ്ടകളെ വിദ്യാർത്ഥികൾ പുച്ഛിച്ചു തള്ളി. രാഹുൽ എത്രയൊക്കെ മുഴക്കമുണ്ടാക്കാൻ നോക്കിയാലും രാജ്യത്ത് ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന്റെ മുഴക്കം മാത്രമാണ്. അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൽപ്പേര് തകർക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്ക് വിദ്യാർത്ഥികൾ തന്നെ നൽകിയ കനത്ത തിരിച്ചടിയാണിത്. കോട്ടയിലെ റാലിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ രാഹുൽ ഗാന്ധി നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ കുഞ്ഞു തലയിൽ വിരിഞ്ഞ ആഴമില്ലാത്ത രാഷ്ട്രീയ ബുദ്ധിക്ക് വീണ്ടും തെളിവായി. പ്രവേശന പരീക്ഷകൾക്കായി മാത്രം രാജ്യത്തെ രക്ഷിതാക്കൾ ചെലവഴിക്കുന്ന തുക ഇന്ത്യയുടെ ആകെ വിദ്യാഭ്യാസ ബജറ്റിന് തുല്യമാണെന്നാണ് നമ്മുടെ രാഹുൽ ഗാന്ധി തട്ടിവിട്ടത്. ഏത് കണക്കപ്പിള്ളയാണ് രാഹുലിന് ഈ ഡാറ്റകൾ നൽകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലായില്ല. ഭാരതത്തിന്റെ വിദ്യാഭ്യാസ ബജറ്റിനെ കുറിച്ചോ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ചോ യാതൊരു അറിവുമില്ലാതെയാണ് ഈ വിചിത്രവാദം. ഇത്തരം തമാശകൾ സ്ഥിരമായി വിളമ്പുന്നത് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാത്തത് തന്നെ. അത് ഇത്ര കാലം കഴിഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർലമെന്റിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പോലും ഇത്തരം അബദ്ധങ്ങൾ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിളിപ്പേര് ഇപ്പോഴും മാറ്റാൻ സാധിക്കാത്തത്. അടുത്ത ആരോപണം അതിലും വിചിത്രമാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, സിവിൽ സർവീസ് തുടങ്ങിയ മേഖലകളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത് ഇതിന് പിന്നിലെ വൻ സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടാണത്രേ. ഭാരതത്തിലെ മിടുക്കരായ ലക്ഷക്കണക്കിന് കുട്ടികൾ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഡോക്ടർമാരും IAS ഓഫീസറുമാകാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ സേവിക്കാനും സ്വന്തം കുടുംബത്തെ ഉയർത്താനുമാണ്. ആ കുട്ടികളുടെ സ്വപ്നങ്ങളെയും അവരുടെ മാതാപിതാക്കളുടെ പ്രയത്നത്തെയുമാണ് രാഹുൽ ഗാന്ധി ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. എല്ലാറ്റിനെയും ബിസിനസ് കണ്ണുകളോടെ മാത്രം കാണുന്ന കോൺഗ്രസ് സംസ്കാരത്തിനെ പറ്റി ഒന്നും പറയാനില്ല. ഒരു കാലത്ത് IT വിപ്ലവത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ നടന്നവർ തന്നെയാണ് ഇന്ന് കുട്ടികൾ എഞ്ചിനീയറിംഗും മെഡിക്കലും പഠിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. ഇതൊരു വിരോധാഭാസമല്ലേ? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മെക്കാലെ വിദ്യാഭ്യാസ രീതി, അതായത് ഭാരതീയ പാരമ്പര്യത്തെയും തദ്ദേശീയ ഭാഷകളെയും ഒക്കെ അവഗണിച്ച് പാശ്ചാത്യ രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിർബന്ധിതമാക്കുക എന്നതായിരുന്നു ഈ രീതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന് പകരമായി ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. പരീക്ഷകളിലെ സുതാര്യത ഉറപ്പാക്കാൻ കർശനമായ നിയമനിർമ്മാണങ്ങൾ നടത്തി. ചോദ്യപേപ്പർ ചോർത്തുന്ന മാഫിയകളെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെപ്പോലും രാഷ്ട്രീയമായി ഉപയോഗിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥയിലും പരീക്ഷാ നടത്തിപ്പിലും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന പേപ്പർ ചോർച്ചകളെക്കുറിച്ച് ഒരക്ഷരമിണ്ടാത്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നത്. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ശാപം. ക്യാമ്പയിൻ തുടങ്ങി 10 ദിവസം കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിക്ക് ഈ പരാജയ നാടകം നിർത്തിപ്പോകുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം തന്റെ വാശി ജയിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കളുടെ മേൽ കുതിര കയറുകയാണ് അദ്ദേഹം. താഴെത്തട്ടിൽ ജനപിന്തുണയില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെ ഈ കത്ത് കിട്ടിയതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ വിഷയമില്ലാതെ വലയുന്ന നേതാക്കളോട് ആരും വരാത്ത സമരപ്പന്തലുകൾ സജീവമാക്കാൻ ആവശ്യപ്പെടുന്നത് ക്രൂരതയല്ലേ? താഴെത്തട്ടിൽ ജനപിന്തുണയില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെ ഈ കത്ത് കിട്ടിയതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ വിഷയമില്ലാതെ വലയുന്ന നേതാക്കളോട് ആരും വരാത്ത സമരപ്പന്തലുകൾ സജീവമാക്കാൻ ആവശ്യപ്പെടുന്നത് ക്രൂരതയല്ലേ? ഡൽഹിയിലെ AC മുറിയിലിരുന്ന് കത്തുകൾ അയച്ചാൽ മാത്രം പോരാ. ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത കൂടി രാഹുൽ കാണിക്കണം. ഭാരതത്തിലെ ജനങ്ങൾക്കും യുവതലമുറയ്ക്കും ഇന്ന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. രാജ്യത്തെ വികസനത്തിലേക്കും ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തേക്കും നയിക്കാൻ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്നവർക്കറിയാം. യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും മുദ്രാ ലോണുകൾ വഴി സ്വന്തം കാലിൽ നിൽക്കാനും അവസരമൊരുക്കുന്ന ഒരു സർക്കാരിനെതിരെ വെറും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ ഇത്തരം തരംതാണ സമരമുറകൾ ഒടുവിൽ വലിയ പരാജയത്തിൽ തന്നെ വന്നവസാനിക്കും. ഛാത്രോം കി ഗൂഞ്ച് എന്നല്ല, കോൺഗ്രസിനെ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ രാജ്യത്തെ യുവത അവരെ തിരിച്ചറിയും. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ കരുവാക്കുന്ന ഈ പപ്പു സ്ട്രൈക്ക് ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് മുൻപ് കൊണ്ടുവന്ന എല്ലാ ക്യാമ്പയിനുകളുടെയും അതേ ഗതി തന്നെയാണ് ഈ വിദ്യാർത്ഥി സമരത്തിനും ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്ക് വ്യക്തമായ ഒരു നയമോ കൃത്യമായ നേതൃത്വമോ ഇല്ലാത്തതാണ് എല്ലാ പരാജയത്തിനും കാരണം. കേവലം സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങില്ല എന്ന് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയണം. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. നെഗറ്റീവ് രാഷ്ട്രീയം കൊണ്ട് ഭാരതത്തിലെ യുവതയെ ആകർഷിക്കാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഈ പരാജയം കോൺഗ്രസിന് നൽകുന്നത്. മാറ്റമില്ലാത്ത ഈ പപ്പു ശൈലി കോൺഗ്രസിനെ കൂടുതൽ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കൂ. കേന്ദ്രത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ തുടരുമ്പോൾ അതിനെ നേരിടാൻ ഇത്തരം തരംതാണ തന്ത്രങ്ങൾ മാത്രം പോരാ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. കർഷക സമരം, പൗരത്വ നിയമസമരം എന്നിവയിലെല്ലാം പയറ്റിയ പരാജയ നാടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പേരിലും കോൺഗ്രസ് ആവർത്തിക്കുന്നത്. എന്നാൽ മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും IT ശാസ്ത്ര മേഖലകളിലെ കുതിച്ചുചാട്ടവും പുതിയ തൊഴിലവസരങ്ങളും യുവതലമുറ നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസന വിരുദ്ധമായ ഇത്തരം കുപ്രചരണങ്ങൾക്ക് ആയുസ് കുറവാണ്. ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ഈ പൊള്ളയായ സമരങ്ങൾ വില പോവില്ല. വിവേകമുള്ള യുവതലമുറ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുക തന്നെ ചെയ്യും. ഛാത്രോം കി ഗൂഞ്ച് വെറുമൊരു നിശബ്ദതയായി മാറുമ്പോൾ അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെയും അവരുടെ നേതാവിന്റെയും പരാജയ ചരിത്രത്തിലെ മറ്റൊരു അധ്യായം മാത്രമായി അവശേഷിക്കും. ഈ തിരിച്ചടിയിൽ നിന്നൊക്കെ കോൺഗ്രസ് പാഠം പഠിക്കുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വെക്കല്ലേ. കാരണം താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അജണ്ടകൾ മാത്രം മുൻനിർത്തിയാണ് അവർ എപ്പോഴും ഇത്തരം ക്യാമ്പയിനുകൾ പ്ലാൻ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജനകീയ വികസന പദ്ധതികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇത്തരം അടവുകൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാകും. പ്രബുദ്ധരായ ജനങ്ങൾ എന്നും വികസനത്തിനൊപ്പമാണ്, വിഘടനവാദത്തിനൊപ്പമല്ല. അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി താഴെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം. നന്ദി.